നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 6-ാം തീയതി 1201 ആണ്ട് ധനുമാസം 22-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ഇന്ന് ചൊവ്വാഴ്ച ആയില്യം നക്ഷത്രം. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ഒന്ന് ചൊവ്വാഴ്ച, ചൊവ്വ ഭൂമികാരകൻ്റെ ദിവസമാണ് എങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രവും ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അപ്പോൾ ശുഭദിനവും അല്ല, ശുഭനക്ഷത്രവുമല്ല. അങ്ങനെ വരുമ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. ഇന്ന് ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ധനുമാസത്തിലെ ആയില്യം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേയിലൂടെ നോക്കേണ്ടത്. അല്ല നമുക്ക് ഒരു ദിവസത്തെ ഫലം നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ കൊള്ളൂല എങ്കിൽ മാറ്റിവെക്കാം. പക്ഷെ ഒരു വർഷക്കാലം നമ്മളത് വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടവരും. അതുകൊണ്ടാണ് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂക്ഷിക്കണം. ആയില്യ നക്ഷത്രം, ധനുമാസത്തിലെ ആയില്യ നക്ഷത്രം വന്നിരിക്കുന്നവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും, കേസ് വഴക്കുകളുണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, തീപ്പൊള്ളലേക്കാം. ഇങ്ങനെയുള്ള ശത്രുഭയം കൂടും, ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും, കേസോ വഴക്കോ പ്രശ്നങ്ങളോ വർദ്ധിക്കും. ഇതൊക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു വർഷവും നമ്മളിതിന് പരിഹാരം ചെയ്ത് പോകണം. പ്രധാനമായിട്ട് ചൊവ്വാഴ്ച വന്നതുകൊണ്ട് ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുകന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തിപ്പോണം. മുരുകനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അതിനൊപ്പം തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം ആക്സിഡൻറ്റോ മറ്റ് അപകടങ്ങളോ വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ കെട്ടിപ്പോകുന്നത് നന്നായിരിക്കും. ഒരു വർഷത്തേക്ക് ഒരു പ്രൊട്ടക്ഷൻ. ചിലപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ യഥാവിധി പോകാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു രക്ഷ, ശരീരരക്ഷ കെട്ടി ധരിക്കുക. അതുപോലെ ഇന്നും കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുകാലം പറഞ്ഞത്. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണി 22 മിനിറ്റിനെ തുടങ്ങുകയുള്ളൂ. 4:00 തീരുവില്ല. 4:48 രാഹുകാലം അവസാനിക്കുകയുള്ളൂ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 12:30 തൊട്ട് 1:56 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:39 മുതൽ 11:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. 12 മണി 6 മിനിറ്റ് തൊട്ട് 12 മണി 54 മിനിറ്റ് വരെ. ഇതിൽ 12:30 തൊട്ട് നമുക്ക് ഗുളികകാല സമയം തുടങ്ങും. അതുകൊണ്ട് 12:06-നും 12:30-നും എടുക്കുന്നതാണ് ഏറ്റവും നല്ല സമയം. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് കളറോ അതുപോലെ റെഡുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എങ്കിലും ഒരു ദോഷവും ആർക്കും വരാതിരിക്കാൻ വേണ്ടി മഹാമായയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.